ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവ്, അതുപോലെ ലാക്ക് ഓഫ് ലിബിഡോ. ഇത്തരം വിഷയങ്ങൾ പലർക്കും പുറത്തു പറയാൻ തന്നെ മടിയാണ്. കാരണം പലരെയും കാത്തിരിക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്ററോണും ഒക്കെ ചേർന്നിട്ടുള്ള ചികിത്സാ ക്രമങ്ങളാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇത്തരം വിഷയങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ചില ജീവിതശൈലി ക്രമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഉറക്കം എങ്ങനെയാണ്, ഉറക്കത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഉറക്കത്തിൽ സ്നോറിംഗ് ഉണ്ടോ, സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ, ഓക്സിജനേഷൻ എങ്ങനെയുണ്ടോ, നിങ്ങൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ വ്യായാമം എന്താണ്, വ്യായാമത്തിൽ പേശികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതുപോലെ നിങ്ങളുടെ ലൈറ്റ് എക്സ്പോഷർ എങ്ങനെയാണ്. ഇത്തരം വിഷയങ്ങൾക്ക് നിങ്ങളുടെ ഈസ്ട്രോജനും ടെസ്റ്റോസ്റ്ററോണും സ്വാധീനിക്കാമെങ്കിൽ, അതുവഴി നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെങ്കിൽ ഒരുപക്ഷെ അതല്ലേ നമ്മൾക്ക് മുൻഗണന കൊടുക്കേണ്ടത്. ഇത്തരം വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സെക്സ് ഹോർമോണുകളാണ്, സെക്സ് സ്റ്റിറോയിഡുകളാണ് ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും. ഇത് രണ്ടും നമ്മുടെ ശരീരം നിർമ്മിക്കുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഹോർമോൺ ടെസ്റ്റോസ്റ്ററോണും, സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഈസ്ട്രോജനുമാണ്. എന്നാൽ പുരുഷന്മാരുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സ്വഭാവ വൈകല്യങ്ങളും ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയില്ല എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞാലും ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു വ്യക്തിയുടെ ഓവറോൾ ഹെൽത്തിലും ബിഹേവിയറിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ, ഒരു മാർക്കർ, ഒരു ചോദ്യം എന്ന് പറയുന്നത് അവരുടെ സെക്ഷുവൽ ആക്ടിവിറ്റി ലെവൽ തന്നെ. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സെക്ഷുവൽ പെർഫോമൻസിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനുമാണ്. ടെസ്റ്റോസ്റ്ററോണിൻ്റെയും ഈസ്ട്രോജനും അതിൻ്റെ ഒരു സന്തുലിതമായ ഒരു അളവ്, മേ ബി നമുക്കതിനെ വിളിക്കാം ഒരു ഒപ്റ്റിമൈസേഷൻ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ഈസ്ട്രോജൻ ആണ് ഒരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഹൈപ്പോതലാമസ്, ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ്, അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി, അതുപോലെ നമ്മുടെ ഗൊണാഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓവറിയാണ് സ്ത്രീകൾക്ക്, ടെസ്റ്റിസ് ആണ് പുരുഷന്മാർക്ക്. ഇതിനെ വിളിക്കുന്നത് HPG ആക്സിസ് എന്നാണ് പറയുന്നത്. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന പല ഹോർമോണുകൾ, അത് GnRH എന്ന ഹോർമോൺ ഉണ്ട്, FSH ഉണ്ട്, LH ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഗൊണാഡ്സിൽ ആക്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഹോർമോൺ ഉണ്ടാകുന്നത്. ഈ ഉൽപ്പാദിപ്പിച്ച ഈ ഹോർമോണുകൾ ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക എല്ലാ കോശങ്ങളിലും വർക്ക് ചെയ്യാറുണ്ട്. ഈ കോശങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ തന്നെ അതിന് ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിൽ പോയി ഘടിപ്പിച്ചിട്ടാണ് ഈ ഹോർമോണുകൾ അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. പ്രീ പ്യൂബർട്ടി, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണെങ്കിൽ സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ അളവ് വളരെ കുറവായിരിക്കും, പെൺകുട്ടികളുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രായപൂർത്തിയാവുന്നതോടുകൂടിയാണ് ഈസ്ട്രോജൻ ലെവൽ കൂടുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മാസമുറയുടെ ആ ഒരു രീതിയിൽ, അതായത് ഒരു മെൻസ്ട്രൽ ഹെൽത്തിനനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഹോർമോണിൻ്റെ വ്യതിയാനം ഉണ്ടാകും. എന്ത് തന്നെയാണെങ്കിലും ഒരു 45-60 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മെനോപോസ്, ആർത്തവ വിരാമം കഴിയുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് കുത്തനെ താഴോട്ട് വരും. അതുകൊണ്ടാണ് ഈ മെനോപോസ് ഉണ്ടാകുന്ന പല സ്ത്രീകളിലും ശരീരത്തിൻ്റെ പല അവയവങ്ങൾ, അത് ബ്രെയിൻ ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, എല്ലുകളായിക്കോട്ടെ, പേശികളായിക്കോട്ടെ, എല്ലാ അവയവങ്ങളെയും മെനോപോസ് ബാധിക്കാറുണ്ട്. കാരണം ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ പ്രീ പ്യൂബർട്ടിയുടെ സമയത്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറവായിരിക്കും. പക്ഷേ പ്യൂബർട്ടി ആവുന്നതോടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പീക്ക് ചെയ്യുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഏകദേശം വർഷം 1% കണക്ക് ഇത് ടേപ്പർ ചെയ്ത് താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സംസാരിച്ച റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻസിനല്ലാതെ ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും നമ്മളുടെ ജീവിത രീതികളിലും സ്വഭാവത്തിലും വരുത്താൻ കഴിയുന്ന മറ്റ് മാർഗ്ഗങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ടെസ്റ്റോസ്റ്ററോൺ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഭയം, ഉത്കണ്ഠ, അതുപോലെ തന്നെ സമ്മർദ്ദം, ഇത് കുറയ്ക്കുന്നതിന് വളരെ ഹെൽപ്ഫുള്ളാണ്. പൊതുവായി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടെസ്റ്റോസ്റ്ററോൺ ലെവലുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഭയം ഉണ്ടാകുന്നതിനും അതുമൂലമുണ്ടാകുന്ന ഉത്കണ്ഠ, അതുമൂലമുണ്ടാകുന്ന സമ്മർദ്ദം ഇത് പൊതുവെ കുറവായിരിക്കും. ഇനി ഇതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് നോവൽറ്റി സീക്കിങ്. അതായത് ജീവിതത്തിൽ നമുക്ക് പൊതുവെ പുതിയ കാര്യങ്ങൾ, പുതുമ തേടാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും നമ്മളുടെ കഴിവിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് നല്ലൊരു കോൺട്രിബ്യൂഷൻ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. അതുപോലെ മറ്റൊന്ന് ടെസ്റ്റോസ്റ്ററോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ളൊരു നേച്ചറാണ്. അതായത് ഒരു മത്സര ബുദ്ധിയോടുകൂടി പല കാര്യങ്ങളെയും സമീപിക്കാനുള്ള ടെൻഡൻസിയും ടെസ്റ്റോസ്റ്ററോൺ മൂലം നമുക്ക് കൂടാറുണ്ട്. മാത്രമല്ല
ഇത്തരത്തിലുള്ള മത്സരബുദ്ധിയോട് നടക്കുന്ന പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ ശരീരത്തിൻ്റെ ഡോപ്പമിൻ്റെ അളവും വർദ്ധിക്കാറുണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഡോപ്പമിൻ്റെ അളവ് വർദ്ധിക്കുകയാണെങ്കിൽ, ഡോപ്പമിൻ മറ്റൊരു ഹോർമോണാണ്, അത് വർദ്ധിക്കുകയാണെങ്കിൽ ഡോപ്പമിൻ ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ. കാരണം ഡോപ്പമിനും ടെസ്റ്റോസ്റ്ററോണും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻ്റർ കണക്ഷനുണ്ട്. സോ ഡോപ്പമിൻ ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് ഹൈ ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്ററോൺ. സെക്ഷൽ ആക്ടിവിറ്റിയെ സംബന്ധിച്ച് ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും ഉള്ള റോളിനെ കുറിച്ച് എനിക്കൊന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെസ്റ്റോസ്റ്ററോൺ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലിബിഡോയ്ക്കും അതുപോലെ ഇറക്ഷനുമാണ്. അപ്പോൾ ഒരു ലൈംഗിക തൃഷ്ണയും ഉദ്ധാരണവും ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ വളരെ ആവശ്യമാണ്. സ്ത്രീകൾക്കും അതെ, പുരുഷന്മാർക്കും അതെ. അതുപോലെ തന്നെ ഈസ്ട്രോജൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈസ്ട്രോജൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെൻഷ്വൽ നേച്ചറാണ്. അതായത് ഒരു ഓപ്പോസിറ്റ് സെക്സിനോടുള്ളൊരു സ്വീകാര്യത ഉണ്ടാവുക, ആ ഒരു സെക്ഷൽ ആക്ടിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈസ്ട്രോജൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള എറോസൽ ഉണ്ടാവണമെങ്കിലും ഈസ്ട്രോജൻ ആവശ്യമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ടെസ്റ്റോസ്റ്ററോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും റോളാണ്. പക്ഷേ ഇന്ന് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പ്രീ ഡയബറ്റീസും ഡയബറ്റീസിലോട്ടും ഫാറ്റി ലിവറിലോട്ടും കൊണ്ട് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മെറ്റബോളിക് സ്റ്റേജാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഒരു ഒപ്റ്റിമൽ ലെവലുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അത് പ്രതിരോധിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ശരീരഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള മസിൽ മാസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ആവശ്യമായ അളവിൽ ഉണ്ടാകണം. കാരണം പേശികളുടെയും കൊഴുപ്പിൻ്റെയും അനുപാതം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. അതിൽ മസിൽ മാസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട റോളുള്ളത് ബോൺ ഡെൻസിറ്റിയാണ്, ബോൺ മിനറൽ ഡെൻസിറ്റി. അതായത് നമ്മുടെ എല്ലുകളിൽ വേണ്ടത്ര അളവിൽ ധാതുക്കൾ, കാൽഷ്യവും ഫോസ്ഫറസും പോലുള്ള മിനറൽസിൻ്റെ ഡെപ്പോസിഷനെ ഹെൽപ്പ് ചെയ്യുന്നതും ടെസ്റ്റോസ്റ്ററോണാണ്. ഈവൻ ഓസ്റ്റോപീനിയ, അതായത് എല്ലുകൾക്ക് കട്ടി കുറഞ്ഞ് തേയ്മാനം ഉണ്ടാകുന്ന, മെലിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപീനിയ. വളരെ ഗൗരവമുള്ള ഓസ്റ്റിയോപീനിയ കണ്ടീഷൻസിൽ ടെസ്റ്റോസ്റ്ററോൺ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ പോലും ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ടെസ്റ്റോസ്റ്ററോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒപ്റ്റിമൈസേഷനെ സംബന്ധിച്ച് ആ ഒപ്റ്റിമൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ലൈഫ് സ്റ്റൈൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങൾക്ക് സ്ലീപ്പ് ആപ്നിയ ഉണ്ടോ എന്നുള്ളതാണ്. എന്താണ് സ്ലീപ്പ് ആപ്നിയ? അതായത് ഉറക്കത്തിൽ ഒരു അണ്ടർ ബ്രീത്തിങ് ഉണ്ടാവാം, ശ്വാസോച്ഛ്വാസം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുക, പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടാതിരിക്കുക. ചില സന്ദർഭങ്ങളിൽ പലപ്പോഴും ഇത് ഒരു കംപ്ലീറ്റ് സെസേഷൻ ഓഫ് ബ്രെത്ത് വരെ ഉണ്ടാവാറുണ്ട്. ശ്വാസം ചിലപ്പോൾ നിന്നു പോകാറുണ്ട്, ആൾ ഞെട്ടി ഉണരാറുണ്ട്. സ്ലീപ്പ് ആപ്നിയ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് സ്നോറിങ്. സ്നോറിങ്ങിലും ബ്രീത്തിങ് പ്രോപ്പറല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് കൂർക്കം വലിച്ച് ഉറങ്ങുന്നത് നന്നായിട്ട് ഉറങ്ങുന്നതിൻ്റെ ലക്ഷണമാണെന്നുള്ളത്. ആവണമെന്നില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള കൂർക്കം വലിയിലും സ്ലീപ്പ് ആപ്നിയയിലും ഉണ്ടാകുന്നത് പൂറായിട്ടുള്ള ഓക്സിജനേഷനാണ്. ഈ അവസ്ഥ ടെസ്റ്റോസ്റ്ററോണിൻ്റെയും ഈസ്ട്രോജൻ്റെ അളവിനെ ഗൗരവമായി ബാധിക്കാറുണ്ട്, അത് താഴോട്ട് പോകാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള പൂറായിട്ടുള്ള ഓക്സിജനേഷൻ നടക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോണാണ് കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ ഉണ്ടാകുന്നതും കൊളസ്ട്രോളിൽ നിന്നാണ്. ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനും ഉണ്ടാകുന്നതും കൊളസ്ട്രോളിൽ നിന്നാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ കൂടുതൽ കോർട്ടിസോൾ ആവശ്യമായ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സ്പെയർ ചെയ്യപ്പെടുന്നത് ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രോജനുമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യക്തികളിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതൽ കാണുകയും ടെസ്റ്റോസ്റ്ററോണിൻ്റെയും ഈസ്ട്രോജൻ്റെ അളവ് കുറയുകയും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സ്ലീപ്പ് ആപ്നിയോ സ്നോറിങ്ങോ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് അമിതവണ്ണമാണ്. ശരീരത്തിൽ അമിതവണ്ണം ഉണ്ടാകുമ്പോൾ നമ്മുടെ വയറിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന പോലെ തന്നെ എയർ പാസേജിന് ചുറ്റും നമ്മളുടെ ശ്വാസം സഞ്ചരിക്കുന്ന നാളികൾക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടാറുണ്ട്. അപ്പോൾ ഇതാണ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പരിഹാരം എന്താണ്? സപ്പോസ് ഗൗരവമുള്ള സ്ലീപ്പ് ആപ്നിയ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സജഷനോട് കൂടി ഒരുപക്ഷെ ഒരു CPAP മെഷീൻ കണക്റ്റഡ് ആകുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു സൊല്യൂഷനാണ്. കാരണം ഇത് ഒട്ടും ടോളറേറ്റ് ചെയ്യാവുന്നൊരവസ്ഥയല്ല. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം ശരീരഭാരം കുറയ്ക്കുക, അമിതവണ്ണം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസും പ്രീ ഡയബറ്റീസും ഭക്ഷണ രീതികളും പോഷക രീതികളും വ്യായാമ രീതികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്ത് ചിട്ടപ്പെടുത്തിയെടുത്ത് ഒരു ലോങ് ടേമിൽ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുക മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പോംവഴി.
അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇത്തരത്തിലുള്ള സ്ലീപ്പ് ആപ്നിയും സ്നോറിങ്ങും ഉള്ള ആൾക്കാർ കൂടുതലും ശ്വസിക്കുന്നത് വാ തുറന്നിട്ടാണ്, മൗത്ത് ബ്രീത്തിങ് ആണ്. അതിനെ പ്രാക്ടീസ് ചെയ്ത് നേസൽ ബ്രീത്തിങ്ങിലോട്ട് മാറണം. അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം, ഒന്ന് പകൽ സമയത്ത് തന്നെ കോൺഷ്യസ് ആയിട്ട് നേസൽ ബ്രീത്തിങ്, മൂക്കിൽ കൂടെ തന്നെ ശ്വാസം വിടുക എന്നുള്ള. ഇനി എക്സസൈസ് ചെയ്യുന്ന സമയത്തും മൂക്കിൽ കൂടെ ശ്വാസം വിട്ട് എക്സസൈസ് ചെയ്യാൻ ശീലിക്കണം. കാരണം ആ സമയത്ത് അത്തരത്തിലൊരു കാർഡിയോ റെസ്പിറേറ്ററി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ബെറ്റർ ഓക്സിജനേഷൻ ഉള്ളിലോട്ടുണ്ടാകുന്നു, കുറച്ചുകൂടെ നല്ല കാർബൺ ഡയോക്സൈഡ് ഓഫ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മളുടെ നേസൽ ക്യാവിറ്റി, അതുപോലെ സൈനസ്, അതുപോലെ റെസ്പിറേറ്ററി ട്രാക്ട്, ലങ്സ് കുറച്ചും കൂടി ഫങ്ഷണൽ ആവുന്നു. ആ സമയത്ത് ഒരു ബെറ്റർ ഓക്സിജനേഷൻ ഉണ്ടാകുന്നു. ഡെഫിനറ്റ്ലി സ്ലോലി രാത്രി ഉറക്കത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സ്നോറിങ്ങും സ്ലീപ്പ് ആപ്നിയും പൂർ ഓക്സിജനേഷനും നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഉറക്കത്തിൻ്റെ ക്വാളിറ്റി നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെയും ഈസ്ട്രജൻ്റെയും അളവിനെ സ്വാധീനിക്കും. രണ്ടാമത് ഇൻഫ്ലുവൻസ് എന്ന വിഷയം കേൾക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് നിസ്സാരമെന്ന് തോന്നിയേക്കാം. അത് നമ്മളുടെ ലൈറ്റ് എക്സ്പോഷറാണ്. അതായത് വെളിച്ചത്തോടും നമ്മൾ എത്ര സമയം എക്സ്പോസ്ഡ് ആവും, പ്രത്യേകിച്ചും രാവിലെ എണീക്കുന്ന ആദ്യത്തെ കുറച്ച് സമയത്ത്. പല പഠനങ്ങളും പറയുന്നത് രാവിലെ എണീറ്റാൽ ആദ്യത്തെ ഒരു 10 to 15 മിനിറ്റ്സ് പ്രോപ്പറായിട്ടുള്ളൊരു സൺലൈറ്റ് എക്സ്പോഷർ കിട്ടുന്ന ഒരാളുടെ ശരീരത്തിലുണ്ടാകുന്ന ടെസ്റ്റോസ്റ്റെറോൺ ഈസ്ട്രോജൻ ലെവൽസിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പം നമുക്കറിയാം, രാവിലത്തെ ഒരു 10 to 15 മിനിറ്റ്സ് എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഇന്ന് അവർക്ക് ഉണ്ടാകാറില്ല. കാരണം ഇന്ന് നമ്മുടെ ജീവിത രീതി കംപ്ലീറ്റ് മാറി. പല ആൾക്കാരും ഫുള്ളി വർക്ക് ഫ്രം ഹോമാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്നത് പോലും പലപ്പോഴും വൈകുന്നേരങ്ങളിലോ രാത്രികളിലോ ആണ്. ഇന്ന് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരുപക്ഷെ സൺലൈറ്റ് എക്സ്പോഷർ പലർക്കും ഭയം ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ UV എക്സ്പോഷർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഈ പ്രോപ്പറായിട്ടുള്ള ഒരു ഏർലി മോർണിംഗ് സൺലൈറ്റ് എക്സ്പോഷർ നമ്മുടെ ശരീരത്തിൽ ഒരു ഇനിഷ്യൽ ഡോസ് ഓഫ് ഡോപ്പമിൻ ഉണ്ടാക്കും. ഈ ഡോപ്പമിൻ്റെ റിലീസ് ഒരു ദിവസം ഉടനീളം നമ്മുടെ കോർട്ടിസോളിൻ്റെ റിലീസിൻ്റെ അളവിനെ ക്രമീകരിക്കും. ഇത് നമ്മുടെ ശരീരത്തിൽ സെക്സ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെ ഹൈപ്പോതലാമിക് ഗൊണാഡൽ അല്ലെങ്കിൽ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഗൊണാഡൽ ആക്സിസിനെ വരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ GnRH ഉണ്ടാകുന്നു, കൂടുതൽ FSH ഉണ്ടാകുന്നു, കൂടുതൽ LH ഉണ്ടാകുന്നു. അത്തരത്തിൽ കൂടുതൽ ടെസ്റ്റോസ്റ്റെറോണും ഈസ്ട്രോജനും ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമാണ് രാത്രികളിൽ അനാവശ്യമായിട്ടുണ്ടാകുന്ന ലൈറ്റ് എക്സ്പോഷർ. രാത്രികളിൽ കൂടുതൽ സമയം ലൈറ്റ് എക്സ്പോഷർ നമുക്കിന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. ടെലിവിഷൻസ് ഉണ്ട്, മൊബൈലുണ്ട്, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് രാത്രികളിൽ ഒരുപാട് ലൈറ്റ് എക്സ്പോഷർ ഉണ്ട്. എക്സ്ട്രീം അല്ലെങ്കിൽ ഇൻറ്റൻസ് ലെവൽസ് ഓഫ് ലൈറ്റ് എക്സ്പോഷർ ഡ്യൂറിങ് നൈറ്റ് decreases the dopamine levels and increases the cortisol levels, and this can also influence testosterone-ന്റെയും ഈസ്ട്രോജൻ്റെയും അളവ്. ടെസ്റ്റോസ്റ്റെറോണെ ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല സബ്സ്റ്റാൻഷ്യലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന മറ്റൊന്ന് എക്സസൈസാണ്. പ്രത്യേകിച്ചും ലിഫ്റ്റിംഗ് ഹെവി വെയ്റ്റ്സ്, നല്ല ഭാരമുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല ഭാരം ഉയർത്തുന്ന വ്യായാമങ്ങൾ സിഗ്നിഫിക്കൻ്റായിട്ട് ടെസ്റ്റോസ്റ്റെറോൺസിൻ്റെ ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യും. എസ്പെഷ്യലി സ്റ്റഡീസ് പറയുന്നത് ഒരു 48 മണിക്കൂർ വരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോൺ ലെവൽസിൽ ഇൻക്രീസ് ഉണ്ടാക്കാനായിട്ട് ഹെവി വെയ്റ്റ് ട്രെയിനിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്ത്രീകൾക്കും അതെ, പുരുഷന്മാർക്കും അതെ. പക്ഷേ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട മറ്റൊരു കാര്യം, ഈ എൻഡുറൻസ് ട്രെയിനിങ്ങുകൾ, അതായത് കാർഡിയോ വാസ്കുലർ ആക്ടിവിറ്റികൾ, ട്രെഡ്മില് പോലെ, സൈക്ലിംഗ് പോലെയുള്ള മീഡിയം ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി കാർഡിയോ എക്സസൈസ് ആക്ച്വലി ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ സമയത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന കോർട്ടിസോൾ അളവാണ്. അതിൻ്റെ അർത്ഥം അത് വേണ്ടെന്നുള്ളതല്ല. പക്ഷേ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ എക്സസൈസ് റുട്ടീനകത്ത് അത്യാവശ്യം ഭാരം ഉയർത്തുന്ന വ്യായാമങ്ങൾ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽസിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും സംസാരിച്ചിരുന്ന ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ സെക്സ് ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോണിനെയും ഈസ്ട്രോജനെയും ഒരു റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റോളോ അല്ലെങ്കിൽ നമ്മളൊരു സെക്ഷുവൽ ഹെൽത്തിനുള്ള റോളോ മാത്രമായിട്ട് ഒതുക്കി നിർത്താതെ നമ്മളുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസിനും നമ്മുടെ ജനറൽ വെൽബീയിങ്ങിനും നമ്മുടെ പൊതുവായിട്ടുള്ള പേഴ്സണാലിറ്റിയെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കി പ്രാധാന്യത്തോടെ അതിൻ്റെ ഹെൽത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനകത്ത് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്.